ഒരു കിച്ചണാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽ കംപ്ലീറ്റ് നമ്മൾ മൾട്ടിവുഡ് ആയി കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡ് വിത്ത് മൾട്ടിവുഡ് ഉപയോഗിച്ച് സ്ട്രക്ചർ വർക്കും ചെയ്തതിന് ശേഷം അതിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നമ്മൾ ലാമിനേഷൻ ഒട്ടിച്ചിരിക്കുന്നത്, അക്രലിക് ഷീറ്റാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഹാൻഡിലൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ജി പ്രൊഫൈലിൻ്റെ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കുക്കിംഗ് ഏരിയ ആണ്. ഇത് ഗ്രാനൈറ്റ് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗ്രാനൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കിടക്കുന്നേ ഉള്ളൂ. ഇത് കുക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ടാൻഡ് ബാസ്ക്കറ്റ് വിത്ത് കട്ട്ലറി ഫൈബർ ട്രേ കൊടുത്തിട്ടുണ്ട്. കട്ട്ലറി ഫൈബർ ട്രേ 60 സെൻറ്റിമീറ്റർ വിത്ത് വരുന്നതാണ്. പിന്നെ വയർ ടേപ്പിൻ്റെ ഒരു കപ്പ് ആൻഡ് സോസർ കൊടുത്തിട്ടുണ്ട്, വയർ ടേപ്പ്. പിന്നെ വയർ ടേപ്പിൻ്റെ ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണക്കുപ്പിയൊക്കെ വയ്ക്കാനുള്ള ഒരു ബോട്ടിൽ പുള്ളൗട്ട് ബാസ്ക്കറ്റ്. നമ്മുടെ വാഷ് ഏരിയ ആണ്. ഇതിപ്പോൾ ഇത് കട്ട് ചെയ്ത് വാഷ് ബേസിൽ സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മളൊരു ബാസ്ക്കറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വയർ ടേപ്പിൻ്റെ ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വയർ ടേപ്പിന് തന്നെ ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഇടാനുള്ള ഒരു വിക്കർ ബാസ്ക്കറ്റ്. പിന്നെ ഒരു GTPT പ്ലേറ്റ് ആൻഡ് ഗ്ലാസ് റാക്ക്. നമ്മളിത് കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് സ്ട്രക്ചർ നമ്മൾ മൾട്ടിവുഡ് കൊടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൾട്ടിവുഡ് കൊടുക്കുന്നത് ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമേന കംപ്ലൈൻറ്റ് വരുമോ, പൂപ്പിൽ പിടിക്കുകയോ ചെതൽ പിടിക്കുകയോ അങ്ങനെ യാതൊരു പ്രശ്നം വരികയില്ല. തന്നെയല്ല, അപ്പോൾ ഇത് മൾട്ടിവുഡ് കൊടുക്കുമ്പോൾ നമുക്കത് ഡെൻസിറ്റി അനുസരിച്ചാണ്. ഇപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ മൾട്ടിവുഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ ഈ വിജാഗിരിയൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അതിൻ്റെ വിജാഗിരിയൊക്കെ ലൂസായിട്ട് ഈ സ്ക്രൂ ലൂസായിട്ട് ഊരി വരാനുള്ള സാധ്യതയുണ്ട്, വിജാഗിരി ഊരി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ മിനിമം ഇതിപ്പോൾ ഒരു 0.6 അല്ലെങ്കിൽ 0.7 ഡെൻസിറ്റി ഉള്ള മൾട്ടിവുഡ് വേണം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന 0.6 ഡെൻസിറ്റി വരെ മൾട്ടിവുഡ് ഔട്ട് ബ്രാൻഡഡ് കമ്പനിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ വെള്ളമേന കംപ്ലൈൻറ്റ് വരുമോ, പൂപ്പിൽ പിടിക്കുകയോ ചെതൽ പിടിക്കുകയോ അങ്ങനെ യാതൊരു പ്രശ്നം വരികയില്ല. തന്നെയല്ല, നമുക്കിത് ചെളിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബറോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്കിത് കഴുകി എടുക്കാവുന്നതാണ്. നമ്മളൊരു ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തിരിക്കുന്നത് 7 ഗ്രേഡ് മറൈൻ പ്ലൈവുഡാണ് കൊടുത്തിരിക്കുന്നത്.